വേറെ സ്റ്റേറ്റിൽ നിന്നും വരുന്ന അതിഥികൾക്കായി വ്യത്യസ്തമായൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ പുട്ടും കടലക്കറിയും ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. കേരളക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയുമാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ്ഡ് ജിഞ്ചർ. പുട്ടിനൊപ്പം സെർവ് ചെയ്യാനായി നല്ല അടിപൊളി കടലക്കറി ഉണ്ടാക്കാം. ഞാനൊരു കപ്പ് കടല രാത്രി കുതിർക്കാൻ വച്ചിരുന്നു. ഒരു കുക്കറിൽ കുതിർത്തിയ കടല, പകുതി സവാള, പിന്നെ ഒരു തക്കാളി മുറിച്ചത്, 2 ഗ്ലാസ് വെള്ളം ചേർത്ത് 5 വിസിൽ ആവുന്നത് വരെ വേവിച്ചെടുക്കാം. കടല വേവുന്നത് വരെ കടലയ്ക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഒരു ഫ്രൈയിങ് പാനിൽ 1 കപ്പ് തേങ്ങ ചിരകിയത്, 5 വെളുത്തുള്ളിയുടെ അല്ലി, 5 ചെറിയുള്ളി, 2 പീസ് ഗ്രാമ്പൂ, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതിനെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തേങ്ങയുടെ കളറൊന്ന് മാറി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. തേങ്ങയുടെ മിശ്രിതം നല്ലതുപോലെ തണുത്തു കഴിഞ്ഞാൽ ഇതിനെ ഒരു മിക്സർ ജാറിലിട്ട് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. പ്രഷർ കുക്കർ തണുത്തിട്ടുണ്ട്. കടല വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കടല പെർഫെക്റ്റായി വെന്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ കടല മാറ്റി വയ്ക്കുകയാണ്. ഈ കടലയെ നമുക്ക് അരച്ചു വെച്ച തേങ്ങയുടെ മസാലയുടെ ഒപ്പം ഇട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. കടലയിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കടലയെ നമുക്ക് അരച്ച് ചേർത്താം, അല്ലെങ്കിൽ ആ കുക്കറിൽ തന്നെ മാഷർ ഉപയോഗിച്ച് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്താൽ കറിക്കൊരു നല്ല കൺസിസ്റ്റൻസിയും പിന്നെ കറിയുടെ രുചി കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. അരച്ചു വെച്ച തേങ്ങയും കടലയും ഇതിലേക്ക് ചേർത്തുകയാണ്. ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചു നേരം കുക്ക് ചെയ്തെടുക്കാം. കടലക്കറിയുടെ കൺസിസ്റ്റൻസി ഒരുപാട് വെള്ളം കൂടിയതോ ഒരുപാട് കട്ടിയോ ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുക. കടലക്കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് താളിച്ചെടുക്കാം. ഒരു ചെറിയ പാനിൽ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക്, 4 ചെറിയുള്ളി ചെറുതായി മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില ഇട്ട് കളർ മാറുന്നതുവരെ നല്ലതുപോലെ ഫ്രൈ ചെയ്ത് കറിയിലേക്ക് ചേർക്കാം. നല്ല ഉഗ്രൻ കടലക്കറി റെഡിയായിട്ടുണ്ട്. എപ്പോഴും കടലക്കറി ഉണ്ടാക്കിയതിന് ശേഷം പുട്ടുണ്ടാക്കുക. ചൂടോടെ പുട്ടും കടലയും കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഇനി നമുക്ക് പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പുട്ടുപൊടി ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. 1 ഗ്ലാസ് പുട്ടുപൊടി ഒരു ബൗളിൽ ഇട്ട് 1/3 കപ്പ് തേങ്ങ ചിരകിയത്, രുചിക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ട് ഏത് ഗ്ലാസ്സിൽ നിന്നാണോ പുട്ടുപൊടി എടുത്തത് അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് നോർമൽ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് നേരം കുതിർക്കാൻ വെക്കണം. പുട്ടുപൊടി കുതിരുന്നത് വരെ പുട്ടുണ്ടാക്കുന്ന പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. പലതരത്തിലുള്ള പുട്ടുപാത്രങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്കിനി പുട്ടുപൊടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പുട്ടുപൊടി കുതിർന്നിട്ടുണ്ടോ എന്നറിയാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് പുട്ടുപൊടി ഇതുപോലെ ഒന്ന് അമർത്തി നോക്കണം. ഇതുപോലെ ഉണ്ട കെട്ടുകയും കൈകൊണ്ട് അമർത്തിയാൽ പൊടിഞ്ഞു വീഴുകയുമാണെങ്കിൽ പുട്ടുപൊടി പെർഫെക്റ്റായി കുതിർന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ പുട്ട് എങ്ങനെ നിറയ്ക്കാമെന്ന് നോക്കാം. ആദ്യം പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് പുട്ടുകുറ്റിയിൽ പകുതിയോളം അരിപ്പൊടി നനച്ചത് നിറയ്ക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ തേങ്ങ നിരത്തിയതിന് ശേഷം വീണ്ടും അരിപ്പൊടി നിറയ്ക്കുക. ഏറ്റവും മുകളിൽ വീണ്ടും തേങ്ങ ഇട്ടതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കാം.
ഇതുപോലെ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം പുട്ടും കുറ്റി അതിൻ്റെ മുകളിൽ വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് നേരം ആവിയിൽ പുട്ടിനെ വേവിച്ചെടുത്തതിന് ശേഷം ചൂടോടെ സെർവ് ചെയ്യാം. രുചികരമായ പുട്ടും കടലക്കറിയും റെഡിയായിട്ടുണ്ട്. ചൂടോടെ കഴിക്കുക, എൻജോയ് ചെയ്യുക. മധുരമുള്ള പുട്ടാണ് കഴിക്കാൻ ആഗ്രഹമെങ്കിൽ ചൂടുള്ള പുട്ട് പഴം, പപ്പടം, പഞ്ചസാര എന്നിവയുടെ ഒപ്പം കുഴച്ച് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാം, ആസ്വദിക്കാം. If you like this video, please like, share and subscribe to our channel. Thanks for watching.